സർപ്രൈസ്. സ്കൂളിൽ ചേടാ BGMI ലൈവ് കാണുന്നവർക്ക് അറിയാം കേട്ടാ. ഇവന്റെ ഈ ലുഫി ഇല്ലേ, ഈ ലുഫി ഒരു ബോബാണ്. ഒരു ബോബിന്റെ മിനിയേച്ചർ വെർഷനാണ്. എൻ്റെ ആളിയാ ഈ ചെറുക്കൻ്റെ സംസാരം കേട്ടാൽ ചിരിച്ച് ചത്തുപോകും. എനിക്ക് ഇവനോട് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രൈം ബോബിനെയാണ് ഓർമ്മ വരുന്നത്. അത് തന്നെയാണ് ലുഫി. ഒരു മാറ്റവും ഇല്ല അവന് ഒരു മാറ്റവും ഇല്ല. എൻ്റെ ആളിയ വിഷയമാണ് ആ ചെറുക്കൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. സ്കൂളിൽ ചേടാ Enemy in front of me. One guy only left. One. One in the two other guy also. എന്താണ് സംഭവം? അതെന്നെ പണിയതാണ്. എല്ലാം ചത്തെഴുതിയേ റീസ്പോണിൽ നിന്ന് രഘുല് ഹലോ ബാക്കപ്പ് വേണമെന്ന്. അത് കേൾക്കുമ്പോഴാണ് എനിക്കങ്ങ് ചൊറിഞ്ഞങ്ങ് വരുവങ്ങ്. രണ്ട് മിനിറ്റ് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഒരു 2 മിനിറ്റ് ലൈവില് 2 മിനിറ്റ് വേണ്ട, ഒരു 10 സെക്കൻഡ് ഞാൻ ലൈവിൽ സംസാരിക്കാൻ തരുന്നു കഴിഞ്ഞാൽ രഘുല് ഫോൺ എടുത്ത് വിളിക്കും. അളിയാ എന്ത് പറ്റി, അവിടെ ഭൂമിയിൽക്കം വല്ലതും ഉണ്ടായോ, മറ്റേ തിരമാല വല്ലതും അടിച്ചിട്ടുണ്ടോ? ഇതാണ് അവന്റെ പ്രശ്നം. ഞാൻ അവനോട് പറയുകടാ അളിയ ഒരു സമയം താടാ റെസ്പോണ്ട് ചെയ്യാൻ. ഞാൻ ചിലപ്പോൾ ഷോക്കിലിരിക്കുമായിരിക്കും. ഒരു 5 സെക്കൻഡ് മതി. അത് 5 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പ്രശ്നമാണ്. എന്നിട്ടേ കോൺഫിഡൻസ് തരുന്ന കാണണം നിങ്ങൾ കാണാം. ഞാനിപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. അവൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ കൊച്ചിയിൽ നിൽക്കുക, നിന്നെ തിരുവനന്തപുരത്തിട്ട് 2 പേര് ഇടിക്കണം, അല്ല നിന്നെ കൊച്ചിയിലിട്ട് 2 പേര് ഇടിക്കുന്നു. രഘുല് തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. പക്ഷെ അവൻ തിരുവനന്തപുരത്ത് നിന്ന് നിന്നെ മോട്ടിവേറ്റ് ചെയ്യും. മനസ്സിലായ? തിരുവനന്തപുരത്ത് നിന്നെ മോട്ടിവേറ്റ് ചെയ്യും. എടാ ഞാൻ ഒരു 6 മണിക്കൂറിലെത്തും, അതുവരെ നീ അവരോട് തല്ല് കൂടി പിടിച്ച് നിൽക്ക്, ഞാൻ വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ച് തൂഫാ. മനസ്സിലായ? ഇതാണ് ആള്. അങ്ങനെ ഒരുത്തൻ. എനിക്ക് അവനെ വിവരിക്കാൻ വേറെ വാക്കുകളില്ല എനിക്ക് അവനെ. ഇതെന്തിന്? ചെറുവിരൽ മടക്കണം. അപ്പൊ നടുവിരൽ എന്തിനു ഇത് മുറിച്ചു കളഞ്ഞാ? ട്രൈ ചെയ്യണ ഇനിയുള്ള. എടാ ആകെ ഇത് എല്ലാ ജോലിയും ഇത് കൈവച്ചാണ് ചെയ്യുന്നത്. മനസ്സിലായി? മൗസ് പിടിക്കുന്നതും കീബോർഡ് പിടിക്കുന്നതും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെല്ലാം ഞാൻ എൻ്റെ മൗസ് വെച്ചിട്ടാണ് ചെയ്യണത്. ആ കൈയും കൂടി ഇനി പോട്ടെ. ക്രഷ് അപ്ഡേറ്റ്. വണ്ടിയോട് ക്രഷ് വന്നു ആര്? ഇവനി ക്രഷ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് ഇതാണോ? അതാണ് ഞാനും ആലോചിച്ചത്. ഒറ്റ സെക്കൻഡ് ആ കൊച്ചിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഞാനോർത്ത് മറ്റേ വണ്ടിക്ക് വല്ല പെണ്ണിന് വരെ സൈലൻസറിനെ പ്രണയിച്ചവന്മാരെങ്കിലും ഈ വണ്ടി കണ്ടിട്ട് ക്രഷ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞായിരിക്കും. അത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, അടിച്ച് പുറത്താക്കേണ്ടി വരും. അണ്ണാ ഇതാണല്ലേ പാട്ടിന്റെ രഹസ്യം. നിങ്ങളുടെ ശബ്ദത്തിന്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ. അതായത് ശബ്ദം ഉപയോഗിച്ച് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ
നിങ്ങൾക്ക് ശബ്ദത്തിന് ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വോയിസ് ക്ലാരിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വോക്കൽ എക്സസൈസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എക്സസൈസിന്റെ പേര് പറയാം. ഇന്നത്തെ എക്സസൈസിന്റെ പേര് കിസ്സിംഗ് എന്നാണ്. അതെ, നീകള് തുടങ്ങി. നിങ്ങളുടെ ശബ്ദം സാധനം പാട്ട് പാടാനുള്ള എന്റെ സീക്രട്ട് അത് തന്നെയാണ്. കാർത്തിക് സൂര്യ അബൌട്ട് ഈഗിൾ ഗെയിമിംഗ് കുറച്ച് താഴെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കാണുമ്പോ നമ്മളവിടെ അലമ്പാൻ നിൽക്കും. യവൻ റൂമിൽ കയറി കഥ തുടങ്ങി, അങ്ങനെ ചിന്തിക്കാൻ ഈ തേഞ്ഞ ഹോസ്റ്റലിൽ കഥ കൂട്ടിട്ട് ഒരു പരിപാടി നടക്കുന്നു. എത്ര നാളായി ഒന്ന് സമാധാനമായിട്ട്. റൂമിൽ കയറി കഥ തുടങ്ങി ഗെയിം കളിക്കും. ഞാൻ രാവിലെ ബാത്റൂമിൽ പോകാൻ നോക്കുമ്പോ ഗെയിം കളിച്ചോണ്ടിരിക്കും. രാത്രി ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഗെയിം കളിച്ചോണ്ടിരിക്കും. ചെറുക്കം മുറി തുറക്കുന്ന പോലുമില്ല. ചവിട്ടി തുറന്നോണ്ടായിരുന്നു, ചവിട്ടി തുറക്കുന്നില്ല. എപ്പോ നോക്കിയാലും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ വെറുതെ അല്ല ഇന്നത്തെ ഈഗിളായത്. അത് അത്രയ്ക്ക് മാത്രം ഹാർഡ് വർക്കിലൂടെ, എഫേർട്ടിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയാണ്. ഗൈസ്, അത് ഏത് സമയമെന്നറിയാം നിങ്ങൾക്ക്? ഞാൻ കോമ്പറ്റേറ്റീവ് കളിക്കണ സമയത്താണ്. ഒരു ദിവസം 12-13 റൂം. അത് കളിക്കുന്ന സമയത്താണ് ഈ പറയണത് പോലെ കാർത്തികേട്ടൻ വരുന്നത്. അത് MRCയുടെ ബൂട്ട് ക്യാമ്പിൽ നിൽക്കുന്ന സമയത്താണ്. അയ്യോ, ഞാനത് ആ ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കമൊന്നുമില്ല. ഇവരെപ്പോഴും എന്നെ പുറത്തു പോകാനൊക്കെ വിളിക്കും. കണ്ണൻ ചേട്ടനും ഇവരെല്ലാവരും പോകും. കാർത്തികേട്ടൻ വന്നു കഴിഞ്ഞാൽ അവിടെ വേറൊരു വൈബാ. അവിടെ എല്ലാവരും മറ്റേ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ അടിക്കണ ഒരു ടൈമാണ്. പക്ഷേ ഞാൻ മാത്രം പോകില്ല. എനിക്ക് മാത്രം പാഴ്സൽ മേടിച്ചോണ്ട് തരും. എന്നാലും പാഴ്സൽ മേടിച്ചോണ്ട് തരും എനിക്ക്. കാർത്തികേട്ടൻ ഇവരൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിച്ചോണ്ട് വരുമ്പോൾ എനിക്ക് ഇത് മേടിച്ചോണ്ട് തരും. ആ ഒരു ഞാൻ പറയണത് നിങ്ങളുടെ അടുത്ത് പുള്ളി പറയണത് സ്ട്രീമിങ് കൺസിസ്റ്റൻസി അല്ല പറയണേ. ഞാൻ ആ സമയത്ത് മറ്റേ കോമ്പറ്റേറ്റീവിന് കുത്തിയിരുന്ന സമയത്തെ കാര്യമാണ്. ഞാൻ ഡെയിലി സ്ട്രീം വരുമെന്നല്ല പറഞ്ഞു ബ്രോ. ഡെയിലി സ്ട്രീം വരുന്ന കാര്യമല്ല പറഞ്ഞേ. ഞാൻ കോമ്പറ്റേറ്റീവിൽ ഗ്രൈൻഡ് ചെയ്ത് കോമ്പി കളിച്ചുകൊണ്ടിരുന്ന സമയത്തെ പറ്റിയാണ് പുള്ളി പറയണേ. അല്ലാതെ ഞാൻ ഇതല്ല പറയണേ. സരക്കണ്ണൻ ഇത് നോക്കട്ടെ, ആരൊക്കെ? റേസ്, റെയ്ന, ജെറ്റ്, കിൽജോയ്, സേജ് ആണ് ബ്യൂട്ടി. സേജാണ് ബ്യൂട്ടി. നോക്ക്, സേജാണ് അൾട്ടിമേറ്റ് ബ്യൂട്ടി. കണ്ടാ, സേജിനെ കാണാൻ ശരിക്കും എന്ത് നോക്കിയിട്ട് ബ്യൂട്ടി. എടാ പോടാ അവിടുന്ന്. അങ്ങനെ ബ്യൂട്ടി ഉണ്ട് ഇതിനകത്ത്. സേജാണ് ശരിക്കും ബ്യൂട്ടി. കാണാൻ വേണ്ട സേജിനെ. കറക്റ്റ് സേജിനെ നിനക്ക് കാണുന്നില്ലേ? നിന്റെ പ്രശ്നമാണ് കേട്ടോ. നിന്റെ കണ്ണങ്ങോട്ടാണ്. സേജിനെ നോക്ക്. സേജിന് എന്ത് ഭംഗിയാ നോക്ക് കാണാൻ. നിയോൺ ഗെയിമേഴ്സ് റേജ് മൊമെന്റ്സ്. അയ്യോ സത്യം. കൂട്ടത്തിൽ വിലയില്ലാത്തത് നമ്മക്കാണ്. എടുത്ത് ചാടിച്ചാവുക എന്നുള്ളത് വേറെ. അയ്യോ 4 13,000, കീബോർഡ് 15,000. അയ്യോ നോക്കാൻ പോലെ വയ്യ. എന്റെ അമ്മച്ചി സത്യം. ഇങ്ങനെയൊക്കെ എത്ര സിറ്റുവേഷൻ വന്നാൽ നേരെ എടുത്ത് മറ്റേ രണ്ടാമത്തെ വില താഴെ ചാടി വരാവുക. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. അത് കെട്ടി വെച്ചേക്കണേ അതേ ചെറിയ സാധനത്തിലല്ലേ? ആനയുടെ ചങ്ങല കെട്ടിയിട്ടിരിക്കണ പോലെ ഉണ്ട്. ഇത് എന്തൊരു ഉപകാരം ഇത്.
എന്ത് ഉപകാരം? ഇത് എന്തിങ്ങനെ കെട്ടിയിട്ടുണ്ട്? എന്തൊരു ഉപകാരം? ഇത് മീമുണ്ട്. ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ തന്നെ കെട്ടിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. Teaching my friends how to play Valorant. Press E right click. Press E right click. Now get in. Go get him. Go get him. He's on your left. On your left. Yes. Okay. Go around. Go around. Go quick. Other side. Hold 4. Hold 4. Hold 4. Hold 4. Hold. Jesus. Okay. Pick the gun back up. Pick the gun back up. Pick the other gun. Pick up the other gun. Pick it up. Jesus. ഇതെന്താണ് സീൻ എന്നറിയാവോ? അടുത്ത മാസം PC വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ക്യൂട്ടി പയ്യെ വാലോറന്റ് കളിക്കാൻ പഠിപ്പിക്കാൻ പോണ മൊമെന്റ് ആണ് നിങ്ങളിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ദേജാവാണ്. ഇത് നാളെ നിങ്ങൾ യഥാർത്ഥത്തിൽ കാണാൻ പോയിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടാ. ശരിക്കും ഇത് നിങ്ങൾ സൂൺ കാണും ഈ വീഡിയോ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല. മനസ്സിലായ? നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കണ്ടിട്ടില്ല. അന്ന് അങ്ങനെ ഒരു വീഡിയോ വരും ലൈവില് വീഡിയോ വരുമ്പോൾ നിങ്ങൾ പറയും ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് സംഭവം. മനസ്സിലായോ?